ശരിക്കും എന്തായിരുന്നു? റിയൽ ലൈഫ് അല്ലേ? അതിന്റെ ഒരു വാക്യം ഉണ്ടായിരുന്നു. എന്താണ് ആ വാക്യം? ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയിട്ട് തന്റെ ജീവനെ നഷ്ടപ്പെടുത്തിയാൽ അവനെന്ത് പ്രയോജനം? ഞാൻ അതൊരു കുഞ്ഞു കഥ പറയാം. നമുക്ക് പരിചയമുള്ള ഒരു കഥയാണ്. അത് പറഞ്ഞിട്ട് ഞാൻ 1-2 മാജിക്കുകൾ കാണിച്ചിട്ട് ഈ പ്രോഗ്രാം അവസാനിപ്പിക്കുന്നതായിരിക്കും. ഒരിക്കലും മകളെല്ലാവരും ശ്രദ്ധിക്കണേ. ഞാൻ ഇങ്ങനെ നിൽക്കുന്നത് മാജിക് കൂടെ കാണിക്കാൻ വേണ്ടിയാണ്. ഞാൻ ഇവിടെ തന്നെ ഈ പ്ലാറ്റ്ഫോം റെഡിയായി നിൽക്കുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ആളാണ്. ഓക്കെ, എല്ലാവരും ശ്രദ്ധിക്കുക. ഒരിക്കലും ഒരു കൊച്ചുകുട്ടിക്ക് ഇങ്ങനെ റോഡേ പോയപ്പോൾ ഒരു കുഞ്ഞ് കിളി കിട്ടി. നല്ല ഭംഗിയുള്ള കിളിയായിരുന്നു. ആ കുട്ടിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ അത് എടുത്തു. പക്ഷെ എടുത്തപ്പോൾ ആഹാരമൊന്നും കഴിക്കാതെ വളരെ ക്ഷീണിച്ച് ബലഹീനമായിട്ട് ഇങ്ങനെ വഴി കിടക്കുകയായിരുന്നു. അതിനെ എടുത്തുകൊണ്ട് കുഞ്ഞ് വീട്ടിൽ കൊണ്ടുപോയി ആദ്യം അതിന് കുറച്ച് വെള്ളം കൊടുത്തു. അപ്പോൾ വെള്ളം കുടിച്ചു. അവൻ വീട്ടിലുണ്ടായിരുന്ന ചെറിയ കുഞ്ഞു പഴങ്ങളൊക്കെ കൊടുത്തു. അപ്പോൾ അതെല്ലാം തിന്നാൻ തുടങ്ങി. അപ്പോൾ അവന് കിളിയെ നന്നായി ഇഷ്ടപ്പെട്ടു. അവൻ്റെ അമ്മയോട് പറഞ്ഞു, അമ്മ എനിക്ക് വഴിയിൽ നിന്ന് കിട്ടിയ കിളിയാണ്, നല്ല ഭംഗിയുള്ള കിളിയാണ് അമ്മ. അപ്പോൾ അമ്മ പറഞ്ഞു, മക്കളെ കൊള്ളാം, നല്ല കിളിയാണ്, നമുക്ക് കിളിയെ വളർത്തണം. അപ്പോൾ മോനോട് പറഞ്ഞു, നീ ഇതിനെ സൂക്ഷിച്ച് വയ്ക്കുക എന്ന് പറഞ്ഞു. അപ്പനോടും പറഞ്ഞു, അപ്പ എനിക്കൊരു കിളി കിട്ടി, നല്ല കിളിയാണ്, കാണാനൊക്കെ നല്ല ഭംഗിയുള്ള കിളിയാണ്. അപ്പോൾ അപ്പൻ പറഞ്ഞു, നമുക്ക് കിളിയെ വളർത്താം മക്കളെ എന്ന് പറഞ്ഞു. അങ്ങനെ ഈ കുട്ടി ഈ കിളിയെ ഒരു കുട്ടയുടെ അടിയിൽ അടച്ചു വെച്ചു. എന്നിട്ട് അടുത്ത ദിവസം മുതൽ ഈ കുഞ്ഞ് ഈ കിളിക്ക് വേണ്ടി കൂടുണ്ടാക്കാൻ തുടങ്ങി. ഒരു ദിവസം അവൻ റോഡിൽ പോയി ഈ കൂടിന് ആവശ്യമായ സാധനങ്ങളെല്ലാം കൊണ്ടുവന്നു, പണി തുടങ്ങി. അന്ന് പണി തീർന്നില്ല. രണ്ടാമത്തെ ദിവസം അവൻ പണി തുടങ്ങി, പണി തീർന്നില്ല. അവൻ ഓരോ ദിവസം പിന്നിട്ട് പോകുന്തോറും അവന് പുതിയ ആശയങ്ങൾ ആ കൂടുണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിക്കൊണ്ടിരുന്നു. അങ്ങനെ അവൻ ഒരു ദിവസം കൂടിന്റെ സകല പണികളും കഴിഞ്ഞിട്ട് അവൻ ആ കിളിയുടെ കൂട്ടിനകത്ത് കിളിയെ ഇടുന്നതിന് വേണ്ടി അവൻ കിളിയെ നോക്കി പോയി. പക്ഷെ കിളി വളരെ പെട്ടെന്ന് അവൻ പിടിച്ച് കൂട്ടിലിടാനാ പോയത്. പക്ഷെ അവന്റെ പ്രതീക്ഷകളെല്ലാം അസ്തമിക്കുന്ന നിലയിൽ ആ കിളി ലോകത്തോട് വിട പറഞ്ഞിരുന്നു. അവൻ കുട്ടമൊക്കെ നോക്കുമ്പോൾ ഏതാനും ചില ദിവസങ്ങൾക്ക് മുമ്പ് ആ കിളി ചത്ത് അഴുകി നാറി കിടക്കുന്ന ഒരു അനുഭവമാണ് കണ്ടത്. പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വിലയുണ്ട് എന്ന് പറയുന്നത് നമ്മുടെ ജീവനാണ്. അതിനെ നമ്മൾ നഷ്ടമാക്കരുത്. ഏറ്റവും വിലപിടിപ്പുള്ളത് നമ്മുടെ ജീവനാണ്. ഈ ലോകത്തിൽ ഒരുപാട് മോഹങ്ങൾ, ഒരുപാട് മാലിന്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വന്നു കയറാം. ഒരുപക്ഷെ നമ്മുടെ ജീവനെ മറന്നിട്ട് നമ്മൾ മറ്റു പലതിനും വേണ്ടിയും ഓടുന്നവരായിരിക്കാം. എന്നാൽ അതിനെ എല്ലാം വിട്ടിട്ട് ഈ ദിവസങ്ങളിൽ നമ്മുടെ ജീവന് വേണ്ടി ഓടണം. അതാണ് നമ്മുടെ ഈ പ്രാവശ്യത്തെ കുറിവാക്യം, അല്ലെ? ഒന്ന് ചേർന്ന് പറഞ്ഞ എല്ലാവരും ആ വാക്യം. തന്റെ ജീവനെ നഷ്ടപ്പെടുത്തിയാൽ അവന് എന്ത് പ്രയോജനം? പക്ഷേ ആ ജീവനെ നഷ്ടപ്പെടുത്താതെ നമുക്ക് ഈ ദിവസങ്ങളിൽ സൂക്ഷിക്കാം. പ്രത്യേകിച്ച് ഇപ്രാവശ്യം നമ്മൾ പഠിച്ച യഥാർത്ഥമായ ജീവിതം, അല്ലെ? യഥാർത്ഥമായ ജീവിതം, ആ ഒരു ജീവിതം, ക്രിസ്തുവിൽ കൂടെയുള്ള യഥാർത്ഥമായ ജീവിതം, ഈ ലോകം വിട്ടുകഴിഞ്ഞാലും നിത്യത വരെ എത്തുന്ന ഒരു നിത്യമായ ജീവൻ ഈ ദിവസങ്ങൾ നമുക്ക് പ്രാപിക്കാം. പ്രത്യേകിച്ച് ലോക ജീവിതം നശ്വരമാണ്. ലോക ഇമ്പം അത് വേഗത്തിൽ നമ്മുടെ മുമ്പിൽ ഒരുപക്ഷെ ചിലതൊക്കെ വന്ന് കാണിച്ചിട്ട് പെട്ടെന്ന് മാറിപ്പോകും. പക്ഷേ ലോകത്തിലുള്ളതെല്ലാം നശ്വരമായിരിക്കുമ്പോൾ നിത്യമായി നമ്മൾ പഠിച്ചിരിക്കുന്ന ദൈവത്തിന്റെ വചനം ഈ ദിവസങ്ങളിൽ നമുക്ക് വളരെ ശ്രദ്ധയോടെ കരുതിക്കൊണ്ട് ദൈവനാമത്വത്തിന് വേണ്ടി പ്രയോജനകരമായി തീരാൻ സർവശക്തനായ ദൈവം നമുക്ക് എല്ലാവർക്കും ഭാഗ്യം നൽകട്ടെ എന്നുള്ള നല്ല വാക്കുകളോടെ ഞാൻ ഈ കാര്യത്തിൽ നിന്ന് ഉപസംഹരിക്കുന്നു. തുടർന്ന് 1-2 കുഞ്ഞു മാജിക്കുകൾ, കഴിഞ്ഞ വർഷം നമ്മൾ 1-2 മാജിക്കുകളൊക്കെ കണ്ടു. ആ മാജിക്കുകളൊക്കെ ഏകദേശം ഒക്കെ അത് പഴയ ഐറ്റം ആയതുകൊണ്ട് തൽക്കാലത്തേക്ക് മാറ്റി അതിനെ തന്നെ ഒന്നുകൂടെയൊക്കെ മോഡിഫിക്കേഷൻ ചെയ്തും 1-2 പുതിയ കുഞ്ഞു ഐറ്റങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ആയിരിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. പാസ്റ്റർ കൂടെ അങ്ങോട്ട് ഇരിക്കാൻ പാസ്റ്റർ ആവശ്യപ്പെട്ടു. പാസ്റ്റർ ഇപ്പോൾ ഇവിടെ ഇരിക്കുകയാണ്. പക്ഷെ പുറകിൽ നിന്ന് നേരിടുകയാണെന്ന് അത്ര രസകരമായ ഒരു പരിപാടിയല്ല. അതുകൊണ്ടാണ് ഞാൻ പാസ്റ്റർ കൂടെ അങ്ങോട്ട് ഇരിക്കാൻ പറഞ്ഞത്.
പുറകിലിരുന്ന് മാജിക് ആയിട്ട് തോന്നുന്നില്ല. അത്ര സുഖമായിട്ട് ഇല്ല ഇല്ല ഇല്ല, അത്ര അങ്ങനെയൊന്നും പിടിക്കുന്നില്ല. ഓക്കെ ശരി, ഓക്കെ ഇല്ല താങ്ക് യു. ഓക്കെ, അത് അവിടെ ഇരുന്നാലും കുഴപ്പമില്ല. ഓക്കെ റെഡി. നമുക്കറിയാം നമ്മളെന്താണ് ഈ കയറെന്തിനാ ഉപയോഗിക്കുന്നത്? നമ്മൾ കെട്ടാനാണ് ഉപയോഗിക്കുന്നത് അല്ലേ? ഓക്കെ, പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ കുടഞ്ഞു പറഞ്ഞ ഒരുപാട് വിഷയങ്ങൾ ഉണ്ടാകാം. എത്ര നേരെയാക്കാൻ നോക്കിയിട്ടും നേരെയാകാത്ത ഈ കയർ പോലെയുള്ള ചില പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാകാം. പക്ഷേ നമ്മൾ അതിനെ ഞാൻ മുമ്പ് കാണിച്ചിട്ടുള്ളതാണ്, മുമ്പ് VBS വന്ന സമയത്ത് കാണിച്ചിട്ടുള്ളതാണ് കയറിന്റെ മാജിക്. കയറിന്റെ മാജിക് ഏകദേശം എല്ലാവർക്കും അറിയാവുന്ന മാജിക് ആണെങ്കിലും ഇപ്രാവശ്യം ഒന്നുകൂടെ പുതിയതായിട്ട് നമ്മൾ ഈ മാജിക് കാണിക്കും. ഓക്കെ, അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടാകാം. നമ്മൾ നേരെ ഒന്ന് നിൽക്കാൻ തോന്നിയാൽ നേരെ നിൽക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകാം. പക്ഷേ ആ സമയം നമ്മൾ ഈ ലോക ജീവിതം കുഴഞ്ഞു മറിയുന്ന ഈ ലോക ജീവിതത്തിന്റെ മുമ്പിൽ നമ്മൾ തകർന്നു പോകാതെ നമ്മൾ എന്ത് ചെയ്യുക? നമ്മള് ഈ കർത്താവിന്റെ മുമ്പാകെ നമ്മളെ സമർപ്പിക്കുമെങ്കിൽ നിശ്ചയമായിട്ട് നമുക്കതിനെ സ്ട്രോങ് ആയിട്ട് പിടിച്ചു നിർത്താനായിട്ട് പറ്റും. നമ്മൾ ആടി ഉലഞ്ഞ് പോകുന്ന ഒരു അനുഭവത്തിലല്ല, അത് വളരെ സ്ട്രോങ് ആയിട്ട് യഥാർത്ഥമായ ജീവിതം ക്രിസ്തുവിലൂടെ നമുക്ക് പ്രാപിച്ചെടുക്കാനായിട്ട് സാധിക്കും. യഥാർത്ഥമായ ജീവിതം ക്രിസ്തുവിലൂടെ നയിക്കുന്നവർക്ക് പ്രതിസന്ധികളുടെ മധ്യത്തിൽ അവർക്ക് തകർന്നു പോകാൻ കഴിയാതെ ഉറച്ചു നിൽക്കുന്ന ഒരു വടി പോലെ ഉറച്ചു നിൽക്കുന്ന ഒരു അനുഭവം ഉണ്ടാകാം. എന്നാൽ ക്രിസ്തുവിലുള്ള ബന്ധം വിട്ടുകഴിഞ്ഞാൽ അത് പിന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് ആ കയറായിട്ട് തന്നെ മാറും. ഓക്കെ, നമ്മുടെ ജീവിതം ക്രിസ്തുവിൽ ഉറച്ചത് ആയിരിക്കട്ടെ. ദൈവം നമ്മളെ ആ നിലകളിൽ സഹായിക്കട്ടെ. ഓക്കെ, അടുത്ത സ്റ്റെപ്പിലേക്ക് വരുന്നു. ഇത് നിങ്ങൾക്ക് അറിയാവുന്ന മാജിക് ആയിരിക്കാം. ഞാൻ ആദ്യമായിട്ടാണ് കാണിക്കുന്നത് അല്ലേ? ഞാൻ ഈ ഐറ്റോടെ കൊണ്ടുവന്നിട്ടില്ല. ഓക്കെ റെഡി. അപ്പൊ നമുക്ക് ഈ ലോക ജീവിതം പെട്ടെന്ന് കണ്ടുവെക്കുന്നതിൽ ഒന്ന് ചില മോഹങ്ങൾ വരും. മോഹങ്ങൾ വന്നിട്ട് അത് മറിഞ്ഞു പോകും. അങ്ങനെയുള്ള ഒരു ജീവിതാനുഭവത്തിലാണ് നമ്മളെല്ലാവരും ആയിരിക്കുന്നത്. കാണാൻ വളരെ ഭംഗിയുള്ള ഒരു ജീവിതമാണ് നമ്മുടെ ജീവിതം അല്ലെ? പക്ഷേ നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ അതൊക്കെ ഒരുപക്ഷെ പെട്ടെന്ന് വന്ന് പെട്ടെന്ന് പോകുന്നതായിരിക്കാം അല്ലെ? പക്ഷെ നിത്യതയോളം നിലനിൽക്കുന്ന ഒന്ന് നമ്മുടെ ഉള്ളത്തിലുണ്ട്. അതിനുവേണ്ടി നമുക്ക് ഈ ദിവസങ്ങളിൽ വാഞ്ചിക്കാം. പ്രിയമുള്ളവരെ, ലോകമോഹങ്ങൾ നശ്വരമാണ്. ഓക്കെ റെഡി? നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുന്നു. ഇനി ഇവിടെ എന്താണ് നടക്കാൻ പോകുന്നത്? ഓക്കെ, നമുക്ക് ആ അന്തരീക്ഷത്തിൽ നിന്ന് നമുക്കിതിലേക്ക് ഒരു പുഷ്പത്തെ കൊണ്ടുവരാം. ഓക്കെ 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 ശരി. ഓക്കെ, അപ്പോ ലോകമോഹം ഇതുപോലെയാണ്. പെട്ടെന്ന് ഒന്ന് വരും, പെട്ടെന്ന് വരും, പെട്ടെന്ന് പോകും അല്ലെ? പെട്ടെന്ന് വരും, പെട്ടെന്ന് പോകും. നമ്മുടെ ഈ ലോക ഇമ്പങ്ങൾ അത് വെറും മായയാണ്. അത് നമ്മുടെ ജീവിതത്തിന് മുമ്പിൽ ജസ്റ്റ് ഒന്ന് വന്ന് കണ്ണി വെച്ചിട്ട് അത് നമ്മളെ വിട്ട് മാറിപ്പോകും. ഓക്കെ റെഡി? അപ്പോ അത് നമ്മുടെ ജീവിതത്തിൽ അതുപോലെയാണ്. ചെറുതായിട്ട് ഇങ്ങനെ വരുന്നു, നമ്മളൊന്ന് സന്തോഷിക്കുന്നു, അത് പെട്ടെന്ന് നമ്മളെ വിട്ട് മാറിപ്പോകുന്നു. ഓക്കെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഇതാ ഒരു പേപ്പർ കാണിക്കുകയാണ്. നിങ്ങളെല്ലാവരും പേപ്പർ കാണുന്നുണ്ട്. ഒരു വൈറ്റ് പേപ്പറാണ്. വളരെ നിങ്ങൾ മാജിക് കണ്ടിട്ട് കയ്യടിക്കുന്നില്ല, കാരണം നിങ്ങളൊക്കെ സ്ഥിരം കാണുന്നത് പോലെ ഇരിക്കുകയാണ്. ഓക്കെ, മാർക്ക് കൊടുക്കാന്ന് പറഞ്ഞാൽ ഇവർ അടിക്കത്തുള്ളൂ. അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. ഇന്ന് മാർക്കൊന്നുമില്ല, മാർക്കൊക്കെ ഇന്നലെ കൊണ്ട് അവസാനിച്ചു. ഓക്കെ, ഒരു മനോഹരമായ വൈറ്റ് പേപ്പർ, A4 സൈസിലുള്ള പേപ്പർ, നമ്മള് കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ഒരു പേപ്പറാണ്. ഇനി ഈ പേപ്പറിൽ ഞാൻ ഒരു മാജിക് കാണിക്കാൻ പോവുകയാണ്. നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, നമ്മള് ഇവിടെ VBS വന്നപ്പോൾ ഇതുപോലെ ഒരു വൈറ്റ് പേപ്പറായിട്ട് വന്നു. നമ്മൾ ഇവിടെ വന്നിട്ട് കുറേയേറെ കഥകളും പാട്ടുകളും ആക്ഷനൊക്കെ നമ്മൾ പഠിക്കാൻ വേണ്ടി നമ്മുടെ ജീവിതത്തെ ഒന്ന് ക്രമീകരിച്ചു അല്ലെ? നമ്മൾ കുറേയേറെ പാട്ടുകള്, കഥകള്, ആക്ഷനൊക്കെ നമ്മൾ പഠിച്ചു അല്ലെ? ഓക്കെ, നമ്മൾ ഒത്തിരി കാര്യങ്ങൾ പഠിച്ചു. എങ്ങനെ? ഇത് കണ്ടായിരുന്നു? എന്താണിത്? പാല്, മനോഹരമായ വൃത്തിയുള്ള പശുവിന്റെ പാല്. നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന സർവ്വസാധാരണമായി കിട്ടുന്ന പശുവിന്റെ പാലാണ് ഈ കപ്പിനകത്തുള്ളത്. ഓക്കെ, ഞാൻ എന്നാൽ ഇതിനകത്തോട്ട് കുറച്ചൊഴിക്കാൻ പോകുന്നത് കേട്ടോ.
ഓക്കെ, കുറച്ച് ഒഴിച്ചിരിക്കുന്നു. അപ്പോ ഇത് നമ്മള് BBSന്റെ ഓരോ ദിവസങ്ങളും നമ്മൾ പകർന്ന പാഠങ്ങളാണ്. നമ്മളിത് കുറേശ്ശെ ഒന്നാം ദിവസം, രണ്ടാം ദിവസം, മൂന്നാമത്തെ ദിവസമൊക്കെ ഇങ്ങനെ കുറേശ്ശെ ഒഴിച്ചു. ഇപ്പോഴും കുറച്ച് ഒഴിച്ചു. ഇത് നിങ്ങൾ എല്ലാവരും സൂക്ഷിച്ച് നോക്കിയിരിക്കുകയാണ് എന്താണ് ഇതിനകത്ത് സംഭവിക്കുന്നത് എന്ന്. കുറച്ചൊഴിച്ചു. ഓക്കെ, കുറച്ചൊഴിച്ചു. ഓക്കെ, അങ്ങനെ നമ്മൾ എല്ലാ ദിവസവും കുറേശ്ശെ എന്ത് ചെയ്തു? ഒഴിച്ചു അല്ലെ? ഒഴിച്ചപ്പോ ഇപ്പൊ സാറിന്റെ കയ്യിൽ എന്തില്ല? സാറ് പഠിപ്പിക്കേണ്ടതെല്ലാം പഠിപ്പിച്ചു അല്ലെ? പഠിപ്പിക്കേണ്ടതെല്ലാം പഠിപ്പിച്ചു. ഇപ്പൊ എല്ലാവരുടെയും കയ്യിൽ എന്തുണ്ട്? പഠിപ്പിച്ച കഥകള്, പാട്ടുകള്, ആക്ഷൻ എല്ലാം കൂടെ നിറഞ്ഞിരിക്കുകയാണ്. പക്ഷെ ഇത് കളയാതെ നമ്മൾ സൂക്ഷിക്കണം. കളയാതെ സൂക്ഷിക്കാൻ പറ്റുമോ? നമുക്ക് പറ്റുമോ? എങ്ങനെ പറ്റും? ഒന്നേ ഗ്ലാസ്സിൽ കൊണ്ടുപോയിക്കണം, അല്ലെങ്കിൽ നമ്മൾ കുടിക്കണം അല്ലേ? ശരി, ഓക്കെ. അപ്പൊ നിങ്ങളെല്ലാവരും വളരെ പ്രതീക്ഷയോടെ ഇരിക്കുമ്പോൾ തന്നെ ഇതിനകത്ത് നമ്മൾ പകർന്ന ഈ തിരുവചനം അല്ലെങ്കിൽ പാട്ടുകൾ, ആക്ഷനുകൾ, കഥകള്, ഗെയിംസുകള്, ഇതെല്ലാം നമ്മുടെ ഉള്ളത്തിൽ ഇരിക്കുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് അതാർക്കും എടുത്തു കളയാൻ പറ്റത്തില്ല. അത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ആർക്കും എടുത്തു കളയാൻ പറ്റത്തില്ല. അത് വളരെ മനോഹരമായി നമ്മുടെ ഉള്ളത്തിൽ തന്നെ ഇരിക്കുന്നു. ദൈവം അതിനുവേണ്ടി നമ്മളെ ഈ BBSൽ കൊണ്ടുവന്നിരിക്കുകയാണ്. ഓക്കെ, ഇത് ആ പേപ്പർ അതുപോലെ തന്നെയുണ്ട്. അപ്പൊ നിങ്ങൾ ചോദിക്കുന്നു, പാല് എവിടെ പോയിരിക്കുന്നു? പാല് നമ്മുടെ ഉള്ളത്തിൽ തന്നെ ഉണ്ട്. നമ്മൾ പഠിച്ചതെല്ലാം നമ്മുടെ ഉള്ളത്തിൽ കിടക്കുകയാണ്. നഷ്ടപ്പെടുത്തരുത്, അത് ലോകത്തിൽ ഇല്ലാതാക്കി കളയരുത്. ഇപ്പൊ നിങ്ങൾ പറയുന്നു അതിനിപ്പോ എന്ത് ചെയ്യാൻ പോകുന്നു? ഇതിനകത്ത് പാറുണ്ട്, നിങ്ങൾ പേടിക്കണ്ട. ഓക്കെ, അപ്പോ വളരെ ചിന്താതീതമായ ഇപ്രാവശ്യത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു മാജിക് ആണ് ഈ മാജിക്. ഓക്കെ, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഒരു മനോഹരമായ ബാഗ് കൊണ്ടുവന്നു. അന്നത്തെ ബാഗ് അത്ര പോരായിരുന്നു. അതുകൊണ്ട് ഇപ്രാവശ്യം ഞാനൊരു ബാഗ് വാങ്ങി. അതായിരിക്കും നല്ലത്. കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ ഒരു സുഹൃത്തിന്റെ ബാഗാണ് ഞാൻ കൊണ്ടുവന്നത്. ഇപ്രാവശ്യം അതുകൊണ്ട് അന്നത്തെ മഴയത്തൊക്കെ ആ ബാഗ് ഇല്ലാതായി പോയി. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇപ്രാവശ്യം ഒരു ബാഗ് മഴ നനഞ്ഞാൽ പോലും കേടാകാത്ത മനോഹരമായ ഒരു ബാഗ്. ഈ ബാഗിനകത്ത് എന്തെങ്കിലും ഉണ്ടോ? കണ്ണു കാണാൻ പറ്റുന്നുണ്ടല്ലോ? ഇല്ല, ഒന്നുമില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെയാണ് അല്ലെ? നമ്മൾ പറയും, അയ്യോ എനിക്ക് ഒന്നും ഇല്ല, എനിക്ക് ഒരു കഴിവും ഇല്ല, എനിക്ക് ഒരു താലന്തും ഇല്ല, ഒരു കഴിവും ഇല്ല. അങ്ങനെയാണ് നമ്മൾ എല്ലാവരും പറയുന്നത്. പക്ഷെ നമ്മുടെ ഉള്ളിൽ എന്തുണ്ട്? ഒരുപാട് താലന്തുകളുണ്ട്. ഇവിടെയൊക്കെ നമ്മളെ ഡോണയൊക്കെ നല്ല വാർത്ത വായിക്കുന്ന കുട്ടിയാണ് അല്ലെ? വളരെ നല്ല വാർത്ത വായിക്കുന്ന ഡോണ, അതുപോലെ നല്ല ആക്ഷനൊക്കെ കളിക്കുന്ന മക്കളാണ് ഇവിടെയുള്ള എല്ലാവരും. നമ്മുടെ ആക്ഷനൊക്കെ വെറുതെ ചെറിയ ആക്ഷനൊക്കെ ഉള്ളൂ. നിങ്ങളൊക്കെ ഭയങ്കര ആക്ഷൻ സ്റ്റെപ്പുകൾ ഇടുന്ന മനോഹരമായ ആക്ഷന്റെ ആൾക്കാരാണ്. അങ്ങനെ നമ്മുടെ ഉള്ളത്തിൽ ഒരുപാട് കഴിവുകൾ ഒളിഞ്ഞിരിപ്പുണ്ട്. അതാ നമ്മൾ അവസരം കിട്ടുമ്പോൾ നമ്പർ 1 ഇതാ നമ്മൾ പുറത്തെടുത്തിരിക്കുന്നു. മനോഹരമായ കഴിവുകൾ നമുക്കുണ്ട്, മനോഹരമായ കഴിവുകൾ നമ്മുടെ ഉള്ളത്തിലുണ്ട്. ഇതാ പിന്നെയും നമ്മൾ നോക്കുന്നു, ഇതിനകത്ത് എന്തെങ്കിലും ഉണ്ടോ? ഇതിനകത്ത് വെറും ഒരു ബാഗ് മാത്രമാണ്. നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടാകാം, ഇത് ഒരു വെറും ബാഗ് മാത്രമാണ്. പക്ഷേ നമ്മൾ വിചാരിക്കുന്നു, എന്റെ കയ്യിൽ ഒരു കഴിവില്ല, ഒരു മിടുക്കില്ല, എനിക്കൊന്നും ചെയ്യാൻ അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വളരെ ആകുലതകളോടെ ഇരിക്കുമ്പോൾ തന്നെ നമ്പർ 2 ഇതാ വരുന്നു. അടുത്ത ഒരു ഗിഫ്റ്റ് നമ്മുടെ ജീവിതത്തിൽ വരികയാണ്. അങ്ങനെ പിന്നെയും നമ്മൾ നോക്കുക, ഇതിനകത്ത് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒന്നുമില്ല. നിങ്ങൾ എല്ലാവരും നോക്കും, ശ്രദ്ധിച്ചു നോക്കും. കാരണം ഇത്രയും മനോഹരമായ ബോക്സുകൾ ഇതിനകത്ത് ഇരിക്കുന്നത് നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ പറ്റുന്നില്ല. നിങ്ങൾ അവിടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് നിന്ന് ഒന്നും കാണാനായിട്ട് പറ്റുന്നില്ല. പക്ഷേ ശൂന്യതകളിൽ നമുക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമുണ്ട്. നമ്മുടെ ജീവിതത്തിന്റെ ശൂന്യതകളിൽ നമുക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിൽ ആഴമായി വിശ്വസിക്കുന്നെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെയുള്ള പുതിയ ഗിഫ്റ്റുകൾ, പുതിയ നല്ല ദാനങ്ങൾ കർത്താവ് നമ്മുടെ മേൽ പകർന്ന് നമ്മെ അനുഗ്രഹിക്കും. ഓക്കെ, നമ്മൾ ഈ ദിവസങ്ങളിൽ നമ്മളെ തന്നെ അതിനു വേണ്ടി സമർപ്പിച്ചു കൊടുക്കുമെങ്കിൽ ദൈവം നമുക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യും. ഓക്കെ, മനോഹരമായ ഈ സഞ്ചിക്കകത്ത് നിന്ന് ഇതാ എത്ര ഗിഫ്റ്റുകളാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്ക് കൊണ്ടു നടക്കാൻ കഴിയുന്നതിലപ്പുറം ഒത്തിരി നല്ല ഗിഫ്റ്റുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എന്നുള്ള കാര്യം മറന്നു പോകുന്നത് വളരെ ശ്രദ്ധയോടെ, വളരെ കരുതലോടെ
ഇതാ നമുക്ക് ഇതിനകത്ത് പോലെ ഒതുക്കാൻ കഴിയാത്ത നിലയിലുള്ള സമ്മാനങ്ങളുമായിട്ടാണ് നമ്മൾ ഇവിടെ നിന്ന് പോകുന്നത്. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, പ്രിയപ്പെട്ട മക്കളെ, നമുക്ക് ലഭിച്ച സമ്മാനങ്ങൾ അത് മറ്റുള്ളവരുടെ പ്രയോജനത്തിനും കൂടെ നമ്മളൊന്ന് സമർപ്പിച്ചു കൊടുക്കുക. അതിലേക്കായി ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. ഓക്കെ, ഇനി ഒരു ചെറിയ ടിപ്പ് നമ്മൾ സ്ഥിരം കാണിക്കുന്ന ഒരു ചെറിയ ഒരു കാര്യമാണ്. ഓക്കെ, നമുക്ക് ഇവിടെ നിന്ന് നമ്മൾ പഠിച്ച അറിവുകൾ അപ്പോ നമ്മൾ ഇവിടെ നിന്ന് പഠിച്ച അറിവുകൾ, നമ്മുടെ താലന്തുകൾ, കഴിവുകൾ മറ്റുള്ളവരിലേക്ക് നമ്മൾ പ്രയോജനപ്പെടുത്തുക, മറ്റുള്ളവരിലേക്ക് നമ്മൾ വ്യാപാരം ചെയ്യുക. നമ്മൾ ഇവിടെ നിന്ന് പഠിച്ച പാട്ടുകൾ, കഥകൾ, ആക്ഷനുകളൊക്കെ നമ്മൾ ഓരോ ദിവസവും നമ്മുടെ മറ്റ് കൂട്ടുകാർക്കായിട്ട് കൊടുക്കണം. ഓക്കെ, മറ്റു കൂട്ടുകാർക്കായിട്ട് നമ്മൾ കൊടുക്കണം. ഇത് സ്ഥിരം ഇവിടെ കാണിക്കുന്ന ഒരു ഐറ്റമാണ്, നിങ്ങൾക്കറിയാമായിരിക്കും. ഓക്കെ, നമ്മുടെ ഉള്ളത്തിലുള്ള ആ കഴിവുകൾ, താലന്തുകൾ മറ്റുള്ളവരിലേക്ക് പകരണം. നമ്മൾ പഠിച്ച പാട്ടുകൾ, നമ്മുടെ കഥകൾ, നമ്മുടെ വാക്യങ്ങൾ, ദൈവത്തിന്റെ വചനം, യേശു ക്രിസ്തുവിൽ കൂടെ ലഭ്യമാകുന്ന യഥാർത്ഥമായ ജീവിതം, അത് മറ്റുള്ളവരിലേക്ക് പകരണം എന്ന് അത് നമ്മൾ ഈ പാഠത്തിലൂടെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇന്ന് മൊത്തം നിന്നാലും ഇതിങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ, നമ്മുടെ ഉള്ളത്തിലുള്ള അറിവ് നമ്മൾ മറ്റു കുഞ്ഞുങ്ങളിലേക്ക് പകരുക. ദൈവം നമ്മളെ എല്ലാവരെയും ആയതിലേക്കായി സഹായിക്കട്ടെ. ആമേൻ. ഈ നിലകളിൽ BBS നടത്താൻ സർവശക്തനായ ദൈവം നമുക്കിങ്ങനെ ഒരു അവസരം കൂടെ ഒരുക്കിയല്ലോ. പ്രത്യേകിച്ച് കർത്താവ് അനുവദിക്കുന്നെങ്കിൽ പിന്നെയും നമുക്ക് ഇതുപോലെയുള്ള അവസരങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഞാൻ വളരെ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസനാണ് പാസ്റ്റർ ചാൾസ് വിന്നി അവർ. ഞാൻ മാമലക്കടവ് സഭയുടെ ശുശ്രൂഷയിലായിരിക്കുമ്പോൾ ഏറിയ നാളുകൾ അവിടെ എല്ലാ മാസങ്ങളിലും നമ്മുടെ പ്രത്യേകമായ മീറ്റിങ്ങിന് വർഷിപ്പ് ലീഡ് ചെയ്യുന്ന ദൈവദാസൻ കടന്നു വരാറുണ്ടായിരുന്നു. പക്ഷെ ഞാനിപ്പോൾ കഴിഞ്ഞ BBSന് ശേഷം മാമലക്കടയിൽ നിന്ന് മാറി ഇപ്പോൾ പൂവച്ചലിനടുത്ത് പള്ളിപ്പാറ എന്ന സഭയുടെ ശുശ്രൂഷയിലാണ്, അസംബ്ലി സപ്പോർട്ടില്. അവിടെ നിന്നാണ് ഇത്രയും ദിനങ്ങൾ യാത്ര ചെയ്ത് ഇവിടെ വരാനും നിങ്ങളുടെ സ്നേഹത്തിൽ പങ്കുചേരാനും നിങ്ങളെ വിവിധ പാട്ടുകളും കഥകളും ആക്ഷനൊക്കെ പഠിപ്പിക്കാൻ ദൈവം അവസരം ഒരുക്കിയത്. പ്രത്യേകിച്ച് എന്നെ ഇതിനു വേണ്ടി ക്ഷണിച്ച പ്രിയ ദൈവദാസൻ, അതുപോലെ ഇവിടുത്തെ BBS സംഘാടകർ എല്ലാവർക്കും ദൈവികമായ നാമത്തിലുള്ള നന്ദിയും കടപ്പാടുകളും അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ഗോഡ് ബ്ലെസ് യു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.